السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. صدق الله مولانا العظيم. طوبى لمن شغل عيبه عن عيوب الناس. صدق رسول الله. فلا ينطقن منك اللسان بسوءتي فكلك سوءات وللناس ألسن وعيناك إن أبدت إليك معيبا لقوم فقل يا عين للناس أعين. അല്ലാഹുവേ, റഹ്മാനും റഹീമും സത്താറുദ്ദുനൂബുമായ നാഥ, നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുകയും പാപമോചനത്തിൻ്റെ വക്താക്കളാക്കുകയും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാർക്കൊപ്പം ഇഹത്തിലും പരത്തിലും ഇടം നൽകി നീ ഞങ്ങളെ ധന്യരാക്കണമേ നാഥ. റബ്ബേ, പല വിധത്തിലുള്ള പാകപ്പിഴവുകൾ തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണ് ഞങ്ങളൊക്കെ. വലിയ പാപികളാണ് തമ്പുരാനെ ഞങ്ങളൊക്കെ. നിന്റെ കൃപാ കടാക്ഷം കൊണ്ട്, നിന്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ. മഗ്ഫിറത്ത് നൽകണേ നാഥ, മാപ്പ് നൽകണേ തമ്പുരാനെ.
നീ കോപത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കല്ലേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കാനും ബാസുരമായി അനുഗ്രഹീതമായി ജീവിക്കാൻ, നിന്റെ പ്രീതിയിലും നിന്റെ ത്വാഅത്തിലുമായി ജീവിക്കാനും അവസാനം സമ്പൂർണ്ണ മുഅ്മിനായി നിന്റെ കലിമ ഉരുവിട്ട് സന്തോഷത്തോടെ മരണപ്പെടാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നീ വെറുത്ത എല്ലാ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കാനുള്ള ബോധം ഞങ്ങൾക്ക് തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബ് മുഴുവൻ നിന്നെക്കുറിച്ചുള്ള ബോധം നീ നിറച്ചു തരണേ തമ്പുരാനെ. നിന്നെക്കുറിച്ചുള്ള വിചാരം നീ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ തമ്പുരാനെ. ആഴമേറിയ പടുകുഴികൾ, ഒരുപാട് അപകടത്തിൻ്റെ ചതിക്കുഴികൾ, പിശാചി ഒരുക്കി വെച്ച വഴികൾ, അതിൽ നിന്നൊക്കെ നീ ഞങ്ങളെ മാറ്റിത്തരണമേ തമ്പുരാനെ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള അറിവ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ രംഗങ്ങളിലും, ഞങ്ങളുടെ തൊഴിലുകൾ, കച്ചവടങ്ങൾ, ഞങ്ങളുടെ ഭൗതികമായ ക്രയവിക്രയങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ നീ അഭിവൃദ്ധിയും സമാധാനവുമുള്ള രംഗങ്ങളാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ റാഹത്ത് തരണേ തമ്പുരാനെ. അനൈക്യത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർ പല ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ആഴ്ചകൾ കഴിഞ്ഞ് കടക്കുമ്പോഴും ഒരുപാട് സഹോദരന്മാർ, വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, പാപമോചനം നൽകണേ തമ്പുരാനെ. അവരുടെ ആഖിറം നീ നന്നാക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും സ്വർഗാവകാശികളായി നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നാവിൻ്റെ 15ാമത്തെ പാപമായി നാം എണ്ണിയ ഏറ്റവും അപകടകാരിയായ, ഏറ്റവും അധികം നാശം വിതക്കുന്ന ഗീബത്തിൻ്റെ, പരദൂഷണത്തിൻ്റെ കാരണങ്ങളും, പരദൂഷണം മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രചോദനങ്ങളും അതിനുള്ള പ്രതിവിധികളുമൊക്കെയാണ് കഴിഞ്ഞയാഴ്ച ഇവിടെ പറഞ്ഞു വച്ചത്. സാർവത്രികമായി മനുഷ്യ മക്കളെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കുന്ന കാരണങ്ങൾ 8 കാരണങ്ങളിൽ നിന്ന് 6 കാരണങ്ങൾ പറഞ്ഞു. ദേഷ്യം മുതൽ അസൂയ വരെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു. അതിൽ അസൂയ കാരണം ഗീബത്ത് പറയും. അസൂയ പ്രധാനപ്പെട്ട പരദൂഷണത്തിന്റെ കാരണമാണ്. പക്ഷേ അതിൻ്റെ മറുമരുന്ന് പറയാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അസൂയ കൊണ്ടുള്ള ഗീബത്തിന്റെ മരുന്ന് ഇൻഷാ അല്ലാഹ് അത് തൊട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അസൂയ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ആരോടൊക്കെ അസൂയ തോന്നുന്നുവോ അവരുടെ ഗീബത്ത് പറയും. ജനങ്ങൾക്കിടയിലുള്ള അവരുടെ മാർക്കറ്റ് ഇടിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി ആകെയുള്ള വഴി അവനെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പ്രചരിപ്പിച്ച് ജനപ്രീതി നഷ്ടപ്പെടുത്തുക തന്നെ. ഇതിനു വേണ്ടി തന്നെ അസൂയയുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുക തന്നെ ചെയ്യും. എന്താണ് അതിനുള്ള മറുമരുന്ന്? അതൊരു അറിവാണ്. എന്താണ് അറിവ്? അന്നൽ ഗീബത ബിസബബിൽ ഹസദി ഫഹുവ ജംഉം ബൈനൽ അദാബൈൻ. അസൂയ കാരണം ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ, കുറ്റം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അറിയുക, അസൂയ കാരണമായിട്ടുള്ള പരദൂഷണം ജംഉം ബൈന അദാബൈൻ, 2 അദാബുകൾ സംഗമിക്കലാണ്. 2 തരം ശിക്ഷകളാണ് അതിനുള്ളത്.
ഏതാ രണ്ട് തരം ശിക്ഷ? ഒന്ന് ദുന്യാവിൽ തന്നെ, മറ്റൊന്ന് പരലോകത്തും. എന്താ ദുന്യാവിൽ? അസൂയക്കുള്ള ശിക്ഷ, അസൂയ കാരണമായിട്ടുള്ള ഗീബത്തിന്റെ ശിക്ഷ. കുറ്റങ്ങനെ പറയന്നെ, അവനോടുള്ള അസൂയ ഇങ്ങനെ തിളച്ച് മറിയന്നെ. എന്നിട്ടോ അവന്റെ നിഅമത്തുകൾക്ക് ഒരു കോട്ടവും പറ്റുന്നില്ല. അവൻ ഉയരുകയാണ്, അവൻ വളരുകയാണ്. ജനങ്ങൾക്കിടയിലുള്ള അവന്റെ ജനസമ്മതിയും അവനെ കുറിച്ചുള്ള താല്പര്യവും അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ നെഞ്ചകം കത്തും. നരകത്തിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയുടെ ഒരംശമാണ് നെഞ്ചകത്തുള്ള ഈ കത്തൽ. നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. ഖൽബിലുള്ള തീ, മനസ്സിലുള്ള തീ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നരകത്തിന്റെ ഒരു അംശം തന്നെയാണ്, ശിക്ഷയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്തോ ഒരു മനോവേദന, നെഞ്ഞിങ്ങനെ കത്തുക, അവനോടുള്ള അസൂയ. എന്നിട്ട് കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുറ്റമൊന്നും എഫക്റ്റ് ആവുന്നില്ല, അതൊന്നും ചെലവാവുന്നില്ല. മരണം വരെ ഈ നെഞ്ചകത്തുള്ള തീ പേറിക്കൊണ്ടവൻ ജീവിക്കുന്നു. ദുന്യാവിൽ വെച്ച് തന്നെ ശിക്ഷയുടെ ഒരു ഭാഗം അവൻ അനുഭവിക്കുന്നു. അസൂയ അങ്ങനെയല്ലേ? എനിക്കായാലും നിങ്ങൾക്കായാലും ആരോടെങ്കിലും അസൂയ തോന്നി അപ്പ തുടങ്ങും നെഞ്ചകത്തൊരു ചൂട്. ചിലപ്പോൾ ശരീരത്തിലേക്കും ചൂട് വ്യാപിക്കും, അല്ലേ? അങ്ങനെ ഉണ്ടാവും. അതിന്റെ സൈഡ് എഫക്ട്, അതിന്റെ ബഹിർ പ്രകടനം അത് പുറത്തേക്കും വരും. ഇങ്ങനെ അസൂയക്കാരൻ ദുന്യാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കപ്പെടുമ്പോ ഫസിർത അയ്ലൻ ഖാസിറൻ ഫിൽ ആഖിറ. പരലോകത്തും ഇക്കാരണത്താൽ വലിയ നഷ്ടം സംഭവിക്കും, വലിയ നഷ്ടം. നിങ്ങൾക്കൊരാളോട് അസൂയയുണ്ട്, ആ അസൂയ കാരണം അവനെ കുറിച്ച് നിങ്ങൾ ഗീബത്ത്, പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നഷ്ടം പരലോകത്ത് വളരെ വലുതായിരിക്കും, ചെറുതായിരിക്കൂല. എന്താ നഷ്ടം? പരലോകത്ത് ചെന്നാൽ നഷ്ടമെന്താ? നീ ആരെക്കുറിച്ചാണോ അസൂയ കാരണം പരദൂഷണം പറഞ്ഞു എങ്കിൽ പരലോകത്ത് ചെന്നാൽ നിന്റെ ഹസനാത്തുകൾ, നിന്റെ നന്മകൾ, നിന്റെ സ്വാലിഹായ പ്രവർത്തനങ്ങൾ അവൻ അതിനു പകരമായി കൊടുക്കേണ്ടി വരും. നഷ്ടല്ലേ അത്? എന്താപ്പ ഞാനും നിങ്ങളും ചെയ്തത്? ഇഖ്ലാസുള്ള അമൽ എന്താപ്പ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളത്? നമ്മുടെ കർമ്മ പുസ്തകത്തിൽ എന്തോരുണ്ടാവും? അത് കൊടുക്കേണ്ടി വരും. ഇനി നന്മകളൊന്നും തന്നെ കൊടുക്കാനില്ലെങ്കിൽ, ആരെ കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞതെങ്കിൽ അവന്റെ ദോഷങ്ങൾ, അവന്റെ പാപങ്ങൾ നാം വാങ്ങിച്ചു കെട്ടേണ്ടി വരും. നമ്മുടെ പിരടിയിൽ വന്ന് വീഴും അവന്റെ പാപങ്ങൾ. ഈ രണ്ടിലൊന്ന് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. നഷ്ടല്ലേ അത്? നഷ്ടല്ലേ? ദുന്യാവിൽ ഈ നെഞ്ചിലെത്തി മരിച്ചെന്നുള്ള നഷ്ടം ഇതും. എന്തേ കാരണം? അസൂയ കാരണം ഗീബത്ത് പറഞ്ഞു. എന്നാലോ ഈ ഗീബത്ത് പറയപ്പെട്ടവനുണ്ടല്ലോ, നമുക്ക് അസൂയ മൂത്തിട്ട് അവന്റെ കുറ്റം ഒത്തിരി പറഞ്ഞു, ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ പറയപ്പെട്ട വ്യക്തി, അവൻ ഒരു നഷ്ടമില്ല. അവനെന്ത് നഷ്ടം? ദുന്യാവിലും ആഖിറത്തിലും ലാഭമല്ലാതെ നഷ്ടം അവന് ഇല്ല തന്നെ. ദുന്യാവിലും ലാഭം, ആഖിറത്തിലും ലാഭം. ആഖിറത്തിൽ എന്താ ലാഭം? എന്താ ലാഭം? ഒന്നുകില് ഈ അസൂയ കാരണം ഗീബത്ത് പറഞ്ഞവരുടെ ഹസനാത്ത് ഇങ്ങനെ കിട്ടും, ചെയ്യാത്ത ഒരുപാട് നന്മ കിട്ടും, ലാഭല്ലേ? ഇല്ലെങ്കിലോ അവന് നന്മയൊന്നുമില്ലെങ്കിൽ താൻ ചെയ്ത കുറ്റങ്ങളൊക്കെ അവനിലേക്ക് നീങ്ങും, ലാഭല്ലേ? ലാഭമല്ലേ? ദുന്യാവിൽ എന്താ ലാഭം? ദുന്യാവിലും ലാഭം തന്നെ. എന്താ ദുന്യാവിലുള്ള ലാഭം? അസൂയ കാരണം കുറ്റം പ്രചരിപ്പിക്കുമ്പോ ഈ പ്രചരണം കേട്ടിട്ട് മാന്യന്മാരായ ആളുകൾ ആ കുറ്റം പറച്ചില് കേൾക്കുമ്പോ അണ്ണാക്ക് തൊടാതെ അതിങ്ങ് വിഴുങ്ങി വിശ്വസിക്കൂല. മാന്യന്മാരിത് കേൾക്കും. നീ പറഞ്ഞത് അസൂയ കാരണം പ്രചരിപ്പിച്ചതാ കുറ്റങ്ങൾ പറഞ്ഞത്.
കേട്ട ആളുകൾ മാന്യതയുള്ളവരാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, തഖ്വയുള്ളവരാണെങ്കിൽ അവരത് കേൾക്കാൻ നിൽക്കൂല. ഇനി എങ്ങാനും അറിഞ്ഞാൽ തന്നെ അവരത് വിശ്വസിക്കുകയുമില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കും, ഇതിന്റെ തെളിവുകൾ നോക്കും. ഈ കുറ്റങ്ങൾ ഈ മനുഷ്യനുണ്ടോ? അങ്ങനെ പരിശോധനയിൽ വ്യക്തമായി ഇദ്ദേഹം തങ്കപ്പെട്ട മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. അവൻ പറഞ്ഞേക്കുന്നത് അവന്റെ അസൂയ കാരണം പറഞ്ഞതാണ്. ഇത് ജനങ്ങൾ അറിയുമ്പോ ജനങ്ങളുടെ മനസ്സിൽ ഇവനെ കുറിച്ചുള്ള മാർക്കറ്റ് കൂടും, ജനസമ്മതി കൂടും, ജനങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. നീയോ അസൂയ കാരണം ഗീബത്ത് പറഞ്ഞ നീ ജനങ്ങളുടെ മുന്നിൽ നാറിപ്പോവുകയും ചെയ്യും. നാറും. കണ്ടോ, ആ പറഞ്ഞതൊന്നും ഒരു കാര്യമില്ല. ആ പറയാൻ മാത്രം ഒരു കുഴപ്പം ആ മനുഷ്യനില്ല. അവൻ പറഞ്ഞേക്കണത് അവന്റെ മനസ്സിന്റെ മാലിന്യം കാരണം, അവന്റെ മനസ്സിലെ ദുഷ്ടത്തരം കാരണം പറഞ്ഞതാണ് എന്ന് ജനം വിലയിരുത്തും. ഗീബത്ത് പറയപ്പെട്ടവന്റെ യശസ്സും മാന്യതയും വിലയും വളരുമ്പോ ഇത് പറഞ്ഞു പ്രചരിപ്പിച്ച നീ ദുന്യാവിൽ തന്നെ വഷളനാകും. അങ്ങനെയാണല്ലോ. അസൂയക്കാരായിരിക്കും നല്ല മനുഷ്യന്മാരുടെ പ്രചാരകർ. നല്ല മനുഷ്യന്മാരവരെ നന്മ പ്രചരിപ്പിക്കൂല. കാരണം അത് അഹങ്കാരമാണ്. ഞാൻ എന്റെ നന്മ ഇങ്ങനെ മൗലൂദ് ഓതുക, എന്റെ മൗലൂദ് ഞാൻ തന്നെ ഓതുക, എന്റെ മദ്ഹ് ഞാൻ തന്നെ പറയാ. അത് പച്ചക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും വളഞ്ഞ വഴിക്കൊക്കെ ഇങ്ങനെ പറയാ, എന്റെ നന്മകൾ പറയാ. അത് നല്ല മനുഷ്യന്റെ ലക്ഷണമല്ല. അല്ല, ഒരിക്കലും അല്ല. നല്ല ആളുകൾ, മഹാന്മാരായ അള്ളാഹു ഇഷ്ടപ്പെട്ട ജ്ഞാനികൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർ അവരുടെ മഹത്വങ്ങൾ പരസ്യപ്പെടുത്തൂല്ല. അവരിൽ കറാമത്തുകൾ ഉണ്ടായാൽ തന്നെ, അമാനുഷിക കഴിവുകൾ ഉണ്ടായാൽ തന്നെ, ദീനിന്റെ പ്രചരണത്തിന്, തൗഹീദിന്റെ പ്രചരണത്തിന് കറാമത്തുകൾ, അമാനുഷിക കഴിവുകൾ ഉണ്ടായാൽ തന്നെ അവർ പ്രചരിപ്പിക്കൂല്ല, അവർ പരസ്യപ്പെടുത്തൂല്ല. എന്ന് മാത്രല്ല, ഇത് പൊതുജനമറിയുന്നത് അവർക്ക് നാണക്കേടുമായിരിക്കും. ആരിഫീങ്ങളെ കിതാബിലുണ്ടല്ലോ, പെണ്ണിന്റെ മെൻസസ് പുറം ലോകം അറിയുന്നത് പോലെ അള്ളാന്റെ യഥാർത്ഥ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്തുകൾ പരസ്യമാകുന്നത് വെറുപ്പാണ്. അനിവാര്യമായി വരുമ്പോ പടച്ച തമ്പുരാൻ അത് പരസ്യപ്പെടുത്തുമ്പോ പരസ്യപ്പെടുക എന്നല്ലാതെ അവരത് പ്രചരിപ്പിക്കൂല. അള്ളാന്റെ യഥാർത്ഥ ഔലിയാക്കളുടെ പ്രചാരകർ ആരാന്നറിയോ? ഔലിയാക്കളോട് അസൂയ വെച്ച പാർട്ടിക്കാരായിരിക്കും. നബിമാരുടെ യഥാർത്ഥ പ്രചാരകർ ആരായിരിക്കും? നബിമാരുടെ ശത്രുക്കളായ അസൂയക്കാരായിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല പ്രചരണം കൊടുത്തതാരാ? ഖുറൈശി കൂട്ടമല്ലേ? അവനോട് മിണ്ടാൻ പോകാൻ പറ്റൂല കേട്ടോ, മിണ്ടിയാ കുടുങ്ങും. അങ്ങനെണ്ടോ? എന്താ മിണ്ടിയാ കുടുങ്ങല്? ബുദ്ധിയുള്ള ആളുകൾ ആലോചിച്ചു, അങ്ങനെ സംസാരിച്ച് മുന്നിൽ ചെന്നാ പെട്, എന്നാ ഒന്ന് പരിചയപ്പെട്ട് നോക്കണല്ലോ. അങ്ങനെ എത്ര ആൾക്കാർക്ക് ഹിദായത്ത് കിട്ടി, എത്ര ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു അല്ലേ? ഇത് നബിമാരുടെ ഔലിയാക്കളുടെ കാര്യം മാത്രല്ല, ഒരു നല്ല മനുഷ്യന്റെ നന്മകൾ അള്ളാഹു പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചാൽ അതിന്റെ പ്രചരണത്തിന് അസൂയക്കാരുടെ നാവിനെ അള്ളാഹു റെഡിയാക്കി വെക്കുമെന്നതാണ് തത്വം. കവി പറഞ്ഞല്ലോ, وَإِذَا أَرَادَ اللَّهُ نَشْرَ فَضِيلَتِي طُوِيَتْ أَطَاهَ لَهَا لِسَانَ حَسُودِي. ജ്ഞാനിയായ ഒരു കവി പറഞ്ഞു, وَإِذَا أَرَادَ اللَّهُ نَشْرَ فَضِيلَتِي, ഒരു വ്യക്തിയിലുള്ള മറഞ്ഞിരിക്കുന്ന, ഒരു വ്യക്തിയിൽ നിലകൊള്ളുന്ന മറഞ്ഞിരിക്കുന്ന ഗുണഗണങ്ങൾ, നന്മകൾ അല്ലാഹു പരസ്യമാക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹ് എന്താ ചെയ്യാ? ഒരു നല്ല മനുഷ്യന്റെ നന്മകൾ പുറത്തു കൊണ്ടുവരാൻ അല്ലാഹ് തീരുമാനിച്ചാൽ അല്ലാഹ് എന്താ ചെയ്യാ? ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കൂല.
തുവിയത്ത് അതാഹല ലിസാന ഹസൂദി. ഇവനോട് അസൂയയുള്ളവരുടെ നാവുകളെ അള്ളാഹു റെഡിയാക്കും. ആ നാവ് കൊണ്ട് ഈ മനുഷ്യന്റെ നന്മ അള്ളാഹു പ്രചരിപ്പിക്കുന്നു. അസൂയുണ്ട് ചീത്ത ഇങ്ങനെ പറയും, അസൂയുണ്ട് ഗീബത്ത് ഇങ്ങനെ പറയും, അസൂയുണ്ട് കുറ്റം ഉള്ളത് ഇല്ലാത്തത് ഇങ്ങനെ പറയും. അതിങ്ങനെ പറയുമ്പോ ജനങ്ങളുടെ ഇത് ഈ കുറ്റം അങ്ങനെ പ്രചരിക്കും. ജനങ്ങൾ ഈ മനുഷ്യനെ നോക്കുമ്പോ ഈ കുറ്റമൊന്നും കാണൂല, നന്മകൾ മാത്രം അവർ കാണും. അങ്ങനെ അദ്ദേഹത്തിലുള്ള നന്മകൾ അവർ പഠിക്കും. ഇതാണ് ഇതിന്റെ പോയിന്റ്. അപ്പൊ അസൂയോണ്ട് ഗീബത്ത് പറഞ്ഞ എന്താ കിട്ടുക? എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. വട്ടപൂജയല്ല, മൈനസ് മാർക്ക്. അതല്ലേ അപകടം. വട്ടപൂജയാണെങ്കിൽ കഴിച്ചിലാകായിരുന്നു, മൈനസ് മാർക്ക്. അതാണ് ഇതിന്റെ സമ്മാനം. ഈ ബോധം ഉണ്ടെങ്കിൽ അസൂയോണ്ട് പറയൂല. അതാ ഈ മരുന്ന് കുടിക്കുക, ഈ അറിവാകുന്ന മരുന്ന് കുടിക്കുക, എന്ന ആശ്വാസം കിട്ടും. ഏഴാമത്തെ കാരണം, ഗീബത്ത് പറയിപ്പിക്കുന്ന ഏഴാമത്തെ കാരണം അൽഇബു വൽ ഹസ്ലു. അൽഇബു കളിയായിക്കൊണ്ട്, തമാശയായിക്കൊണ്ട്, കോമഡിക്ക് വേണ്ടി മറ്റുള്ളവരുടെ കുറ്റം പറയുക. ഫയദ്കുറു ഉയൂബ ഗൈരിഹി ബിമാ യുദ്ഹികുന്നാസ. മറ്റുള്ളവരുടെ കുറവ് എടുത്തുദ്ധരിച്ചുകൊണ്ട് കോമഡി പറയാം. കോമഡി പറഞ്ഞ ആളുകൾ ചിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞാൽ ചിരിക്കൂല്ലോ. കണ്ണും ചെവിയൊക്കെ തുറപ്പിച്ച് കേട്ട് മനസ്സിലാക്കിയല്ലേ ചെയ്യുള്ളൂ. നല്ലത് പറഞ്ഞാല് ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പറയണം? വളഞ്ഞത് പറയണം, എന്നാലേ ചിരിക്കുള്ള ആളുകൾ. അങ്ങനെയല്ലേ? കോമഡി എന്ന് പറഞ്ഞാല് ഒരാളെ കുറിച്ച് തമാശ പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് പറ്റിയ അബദ്ധം പറയണം, അങ്ങേർക്ക് പറ്റിയ അമളി പറയണം, കുറ്റും കുറവും പറഞ്ഞാലേ ചിരിക്കാൻ ആളെ കിട്ടുള്ളൂ. അതാണ് മറ്റുള്ളവരുടെ അഴിബുകൾ, വൈകല്യങ്ങൾ, വൈകൃതങ്ങൾ പറയും. എന്തിന്? ബിമായുൽഹികുന്നാസ, ജനങ്ങളിൽ ചിരി പടർത്താൻ വേണ്ടി. കോമഡി പറയാ, തമാശ പറയാ, എന്നിട്ട് ഈ തമാശക്ക് വേണ്ടിയിട്ട് ആളുകളുടെ കുറ്റം പറയാം. അങ്ങനെ ഇഷ്ടം പോലെ നടക്കലില്ലേ? ഇഷ്ടം പോലെ നമ്മുടെ സഭകളിലും സദസ്സുകളിലും കുടുംബങ്ങളിലും അടുക്കളയിലും ചോറുന്നുമ്പോ കുടുംബത്തിൽ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം പല പുറത്ത് കിടന്ന പല യുവക കാര്യം ഉണ്ടാവും. ഗീബത്താണ്. അത് ഗീബത്താണ്. ഗീബത്ത് പറയിപ്പിക്കുന്ന ഒരു കാരണമാണ് ഈ കോമഡി. എട്ടാമത്തെ കാരണമാണ്, പൊതു കാരണങ്ങളിൽ എട്ടാമത്തെ അവസാനത്തെ കാരണമാണ് അസ്സുഖിരിയത്തു വൽ ഇസ്തിഹ്സാ. ജനങ്ങളെ നിന്ദിക്കാൻ വേണ്ടി, ഇകഴ്ത്താൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി ജനങ്ങളെ കുറ്റം പറയാ. കളിയാക്കുക, പരിഹസിക്കുക. പരിഹസിക്കണം എന്നുണ്ടെങ്കിൽ ആള് സ്ഥലത്തില്ല, ഒരാളെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അഭാവത്തിൽ അയാളെ കുറ്റം പറയാ. ഇതും സാധാരണ ഉണ്ടാവും. ഇതിന്റെ ഉറവിടം, ഇതിന്റെ കാരണം, എന്തുകൊണ്ടാ ജനങ്ങളെ കളിയാക്കുന്നത്, എന്തിനാ ജനങ്ങളെ പരിഹസിക്കുന്നത്? അഹങ്കാരത്തിൽ നിന്നാണ് ജനങ്ങളെ കളിയാക്കൽ വരുന്നത്. ഞാൻ പൊങ്ങണം, എന്നാലേ വേറുള്ളപോലെ പുച്ഛിക്കൽ ഉണ്ടാകുക. തക്കബ്ബുറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്നാണ് പരിഹാസം ജനിക്കുന്നത്. ഇതിനൊക്കെയുള്ള മരുന്നെന്താ? എന്താ അതിനുള്ള മരുന്ന്? സാധാരണയല്ലോ അല്ലേ? ജനങ്ങളെ പരിഹസിക്കുക. എന്നിട്ട് പരിഹസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വേണ്ട, വെറുതെ പരിഹസിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വിഷയം വേണ്ട പരിഹാസത്തിന്. ആ വിഷയം എന്തായിരിക്കും? അയാളെ കുറ്റായിരിക്കും. ഉള്ള കുറ്റായിരിക്കും, ഇല്ലാത്ത കുറ്റായിരിക്കും. അങ്ങനെ കോമഡിയായി, തമാശയായി, പരിഹാസമായി മറ്റുള്ളവരെ പരദൂഷണം പറയുന്നതിനുള്ള മരുന്നെന്താ? ഒരറിവാണ്. വേറെയുള്ളവരെ ഇകഴ്ത്തുമ്പോൾ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരെ നാണം കെടുത്തുമ്പോൾ, വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഇകഴ്ന്നു പോകുന്നത്, നാണം കെട്ടുപോകുന്നത് ഇത് പറയുന്നവൻ തന്നെ. പറയുന്നവനാ നാണം കെടുന്നത്. അപ്പ തന്നെ നാണം കെടുന്നുണ്ട്. കിറാമുൻ കാത്തിബീങ്ങളായ ബഹുമാന്യരായ മലക്കുകൾ, അവന്റെ ചുമലുകളിൽ അവന്റെ വാക്കുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്കിടയിൽ അപ്പോൾ തന്നെ ഈ മനുഷ്യൻ നിന്ദ്യനായി. അവനത് അറിയൂല. അറിയല് മരിച്ചെന്നിട്ട് അറിയാം. ഈ മലക്കുകൾ എന്നെ നാണിക്കുന്ന അത് എഴുതുമ്പോ ലജ്ജിച്ച് തല താഴ്ത്തുന്ന